ഹലോ ഗൈസ്, നിങ്ങൾ എത്ര പേര് ചെറുപ്പത്തിൽ കടയിൽ പോകുമ്പോൾ കിൻഡർ ജോയ്ക്ക് വേണ്ടി വാശി പിടിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ മിഡിൽ ക്ലാസ് വീട്ടുകാർ എന്നോട് പറഞ്ഞത് ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ കഴിച്ചാൽ നമ്മുടെ വയറ്റിൽ ദഹിക്കത്തില്ല എന്നായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ രണ്ടുണ്ടയ്ക്ക് ഇതിന് ഇത്രയും പൈസ. പക്ഷേ മെയിൻലി അതിൻ്റെ ഉള്ളിലെ കളിപ്പാട്ടം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ പേരിലായിരുന്നു ഞാൻ വാശി പിടിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും അത്രയും പൈസയുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ അതിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വാശിപ്പുറത്താണോന്നറിയില്ല, ഇപ്പോൾ ഞാൻ ഒരു മാസം കുറഞ്ഞത് 5 കിൻഡർ ജോയെങ്കിലും കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം ഇത്രയും പൈസ കൊടുത്ത് കിൻഡർ ജോയ് മേടിച്ചതിൻ്റെ കാര്യമുണ്ടോ എന്ന്. പക്ഷെ ഞാനങ്ങനെയല്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ അപ്പോഴേ കൈക്കൂലിയായിട്ട് കിൻഡർ ജോയ് ചോദിക്കും. അങ്ങനെ ഒരു കൈക്കൂലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ ബൊക്കെ ബ്ലാങ്കറ്റ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി പോർഷൻ ചെയ്യുന്ന വീഡിയോ എന്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഭംഗി എനിക്ക് മനസ്സിലായതും വീഡിയോ എടുക്കണം എന്ന ബോധോദയം എനിക്ക് വന്നതും. ഏതായാലും കാര്യത്തോടടുക്കും തോറും എനിക്കിതിനോടുള്ള ഇഷ്ടം കൂടി വരുന്നുണ്ടോയെന്നും അതുപോലെ തന്നെ ഇതൊരാൾക്ക് കൊടുക്കാനുള്ള സാധനമാണെന്ന് മറന്നു പോകുന്നുണ്ടോയെന്നും എനിക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ഞാൻ ഓരോ ഫ്ലവർ കഴിയും തോറും ബൊക്കെ പോലെ പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി ഉണ്ടാവില്ല, പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇതിൻ്റെ അവസാന ലുക്ക് അപ്പോഴേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സ് തന്നെയാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയതും ഫ്ലവേഴ്സ് തന്നെയാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല, ഒരു മടുപ്പ് വരുന്ന പോലൊരു ഫീലിംഗ്. കാരണം ഒരേ കാര്യം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഏതായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും ഇത്രത്തോളം എനിക്കിതിനോടൊരു സ്നേഹം വന്നതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ അന്ന് ഞാനിതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാവരും മറക്കാതെ കണ്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.